സർ, വമ്പൻ ഓഫറുകളാണ് മടങ്ങിയെത്താൻ പോകുന്ന ബംഗാളികൾക്കായി ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി പ്രഖ്യാപിച്ചിരിക്കുന്നത്. മമതാ ബാനർജി നടത്തിയിരിക്കുന്ന ഇത്തരത്തിലൊരു പ്രഖ്യാപനത്തിന് പിന്നിൽ എന്ത് എന്നുള്ളതാണ് പലരും, രാഷ്ട്രീയ നിരീക്ഷകർ ഉൾപ്പെടെ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത്, ചർച്ചയാക്കുന്നത്. നമുക്കറിയാം, ബീഹാറിൽ നിന്നും മറ്റുമൊക്കെ ഇത്തരത്തിൽ വോട്ടർ പട്ടികയിൽ നിന്നൊക്കെ പുറന്തള്ളപ്പെട്ടവർ, അങ്ങനെയൊക്കെ ആളുകളുണ്ട്. അത്തരത്തിൽ ഈ എവിടെ ചെല്ലാൻ ഒരു ഇടം, അല്ലെങ്കിൽ തിരിച്ചു വന്നാൽ ഇവരിൽ എത്ര പേർ ബംഗാളികളുണ്ട്, അങ്ങനെയൊക്കെ തിരിച്ചറിയേണ്ടുന്ന ഒരു സാഹചര്യം കൂടി വരും. യഥാർത്ഥത്തിൽ മമതാ ബാനർജി ഇത്തരത്തിലൊരു നീക്കം നടത്തിയതിന് പിന്നിലെ രാഷ്ട്രീയ താല്പര്യം അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ വിലയിരുത്താം? ദീദി പറഞ്ഞിരിക്കുന്നത് അവരുടെ എന്താണ് മാഡത്തിന്റെ സംസ്ഥാനത്തിലെ നിന്ന് പുറത്തു പോയി ജോലി ചെയ്യുന്ന തൊഴിലാളികളോട് തിരിച്ചു വരൂ, ഞാൻ നിങ്ങൾക്ക് ഇവിടെ ധാരാളം ജോലി വെച്ചിട്ടുണ്ട് എന്നല്ല പറയുന്നത്. ദീദിയുടെ കൊടുത്തിരിക്കുന്ന ഓഫർ എന്ന് പറയുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ ടാർഗറ്റഡ് ആയിട്ടുള്ള ബംഗാളികൾ, സ്വദേശികള്, അവര് 10,000 പേരെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടെന്നാണ് ഞാനത് കണ്ടത്. അവർക്ക് 2 സ്കീമുണ്ട്. എന്താണ്, സ്വാസ്തി എന്നോ മറ്റോ പറഞ്ഞൊരു സ്കീമുണ്ട്. ആ സ്കീമിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു ഓഫറാണ് ഇപ്പോൾ ദീദി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. 5,000 രൂപയും റേഷനും. അല്ലാതെ അതൊരു അവിടുത്തെ തൊഴിൽ നില മെച്ചപ്പെട്ടിട്ടല്ല. ഇത് കിട്ടുന്നത്, ഈ പറയുന്ന ഓഫർ ലഭിക്കുന്നത് ഒരു വർഷത്തേക്ക്, അല്ലെങ്കിൽ അതിനു മുമ്പ് മറ്റെന്തെങ്കിലും ജോലി ലഭിക്കുകയാണെങ്കിൽ അപ്പോൾ ഈ ഓഫർ അവസാനിക്കും. അപ്പൊ ദീദിയുടെ കണക്കനുസരിച്ച് തന്നെ 22 ലക്ഷം ബംഗാളികളാണ് പുറത്തുപോയി ജോലി ചെയ്യുന്നത്. അപ്പം 22 ലക്ഷം ബംഗാളികൾക്ക് പുറത്തുപോയി ജോലി ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പം ബംഗാളിലുള്ളത്. അവരുടെ കണക്കനുസരിച്ച് അതിൽ കൂടുതൽ ആളുകൾ പുറത്തുണ്ട്. കാരണം കേരളത്തിൽ തന്നെ 45 ലക്ഷം അതിഥി തൊഴിലാളികളുണ്ടെന്നാണ് ഗവൺമെന്റിന്റെ കണക്കൂട്ടൽ. അപ്പൊ ഈ 45 ലക്ഷം തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവര് അതിലെ ഭൂരിഭാഗവും ബംഗാൾ പ്രദേശത്തു നിന്നാണ്. കുറെ ബംഗ്ലാദേശികളൊക്കെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതിന്റെ ഒന്നും കൃത്യമായ ചിത്രം നമുക്ക് വ്യക്തമല്ല. അവരെല്ലാം ബംഗാളികളായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത്. അപ്പൊ ദീദി വെച്ചിരിക്കുന്ന ഓഫർ എന്ന് പറയുന്ന ഇവരെ ടാർഗറ്റഡ് ആയിട്ട് പുറത്തുപോയി തൊഴിൽ നേടിയിട്ട് ടാർഗറ്റഡ് ആയി പോകുന്ന ആളുകൾ, അതിലാണ് സംശയത്തിന്റെ ആദ്യത്തെ മുൾമുന കിടക്കുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ബീഹാറില് ഉണ്ടായിട്ടുള്ള ഒരു വിഷയം, അവിടെ ബീഹാറിലെ BJP-ക്കാര് ഇവരെ ടാർഗറ്റ് ചെയ്യുമെങ്കിൽ ഇവർക്ക് സ്വാഭാവികമായിട്ടും തിരിച്ച് ബംഗാളിലേക്ക് വരണം. അപ്പൊ ബംഗാളിലേക്ക് വന്നു കഴിഞ്ഞാൽ ബംഗാളിൽ ഇവരെ അസ്വസ്ഥത ഉണ്ടാക്കാൻ പാടില്ല. ആസാമിൽ ഇതേ പ്രശ്നം ഉണ്ടാകും. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അവരെ പ്രൊട്ടക്ട് ചെയ്യുക. അപ്പൊ അവരെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ദീദി ഒരു സ്കീം മുന്നോട്ട് വെച്ചെങ്കിൽ അതിന്റെ പിന്നിൽ അത് എനിക്ക് തോന്നുന്നത് മിക്കവാറും മോഡിയോടുള്ള ബഹുമാനവും സ്നേഹവും കൊണ്ട് ചെയ്യുന്നതായിരിക്കും. കാരണം പ്രത്യേകിച്ച് അലമ്പൊന്നും ഉണ്ടാകരുത് എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലാതെ അത് തൊഴിലിന്റെ രംഗത്തുണ്ടാകുന്ന മെച്ചപ്പെടുത്തലായിട്ട് തോന്നുന്നില്ല. കാരണം ഇപ്പൊ ഈ ഓഫർ വെച്ചിട്ട് കേരളത്തിൽ വന്നിട്ടുള്ള അതിഥി തൊഴിലാളികൾ തിരിച്ചു പോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഇവിടുത്തെ ഒരു അതിഥി തൊഴിലാളിക്ക് ആവറേജ് ആയിട്ടുള്ള കൂലി എന്ന് പറയുന്നത് 25,000 രൂപ കിട്ടും. അവര് 10,000 രൂപ എങ്ങനെ ബിവറേജസിൽ ഉൾപ്പെടെ ചെലവാക്കിയാൽ പോലും ബാക്കി 15,000 രൂപ അവർക്ക് സേവ് ചെയ്യാൻ പറ്റും. ഇതവർക്ക് അവരുടെ സ്വദേശത്തേക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവിടെ 1.5 ലക്ഷം പോലെ ആയിരിക്കും. 1.5 ലക്ഷം രൂപയ്ക്ക് തുല്യമായിട്ടായിരിക്കും അവിടെ ആ തുക പ്രവർത്തിക്കുന്നത്. അപ്പൊ ഇവര് കേരളത്തിൽ ഇപ്പോൾ ജോലി ചെയ്യുന്ന അതിഥി തൊഴിലാളികൾ തിരിച്ചു പോകുന്ന പ്രതീക്ഷിക്കാൻ പറ്റില്ല. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പറയുന്ന UP, ബീഹാർ, ആസാം ഒക്കെ ഉള്ള സ്ഥലങ്ങളിലൊക്കെയാണ് ഇവര് ടാർഗറ്റ് ചെയ്യപ്പെടും എന്ന് ഭയക്കരുത്. അന്നേരം അവരെ ചേർത്ത് പിടിക്കുന്ന ഒരു സമീപനം, അതൊരു പൊളിറ്റിക്കൽ മൂവാണ്. അവരെ ചേർത്ത് പിടിച്ചു കഴിഞ്ഞാൽ അവരുടെ വോട്ട് സ്വാഭാവികമായിട്ട് ദീദിക്ക് കിട്ടും. അത് അടുത്ത ഇലക്ഷനിലും അത്
റിക്കറി അവരുടെ വോട്ട് ലഭിച്ച് രീതിക്ക് ഭരണത്തിൽ വരാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു അവരുടെ ഒരു നീക്കത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ലാതെ ഇതിന് എന്തെങ്കിലും ഒരു എന്താണ് സോഷ്യലായിട്ടുള്ള ഒരു മാറ്റം പ്രതീക്ഷിക്കുന്നില്ല. അല്ലെങ്കിൽ അവിടെ തൊഴിലവസരങ്ങൾ വർദ്ധിക്കുന്നുണ്ടാവണം. തൊഴിലവസരം വർദ്ധിക്കുന്നുണ്ടെങ്കിൽ ഓഫർ വെക്കത്തില്ല. ഒരു ഗവൺമെന്റ് ഒരു ഓഫറും വെക്കില്ല. നിങ്ങൾക്ക് ഇവിടെ തൊഴിലുണ്ടെങ്കിൽ തൊഴിൽ ചെയ്ത് ജീവിച്ചോളുക. അപ്പൊ അവിടുത്തെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വദേശത്ത് ഈ പറയുന്നതിനേക്കാളും ഇവിടെ കേരളത്തിൽ നിന്ന് അവർ അയച്ചു കൊടുക്കുന്നതിനേക്കാളും കുറഞ്ഞ തൊഴിൽ കൂലിക്കൊക്കെ ജോലി ചെയ്യാൻ തയ്യാറായെന്നിരിക്കും. അപ്പൊ ഇപ്പൊ ഒരു വ്യക്തമായിട്ട് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴ് ഈ ബീഹാറിൽ ഉണ്ടാകാവുന്ന ഒരു ചെറിയ അസ്വസ്ഥതകളൊക്കെ അവർക്ക് കണ്ടെയ്ൻ ചെയ്യാൻ പറ്റും. അത് പ്രധാനമന്ത്രി ചെയ്തു കൊടുക്കുന്നതായിട്ട് വേണം നമ്മൾ എടുക്കേണ്ടത്. കാരണം ഏറ്റവും കൂടുതൽ പ്രധാനമന്ത്രിയെ ആക്രമിക്കുന്ന ആളുകളൊക്കെ തന്നെ പ്രധാനമന്ത്രിയുടെ ഒപ്പമാണെന്നാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇപ്പം ദീദി അങ്ങനെയാണ്. ഇപ്പൊ ഏറ്റവും സ്റ്റാലിനെ സംബന്ധിച്ചിടത്തോളം സ്റ്റാലിന് സ്റ്റേറ്റിന് വേണ്ട എക്കണോമിക് റിഫോംസിനുള്ള പൈസ കിട്ടണം. അത് കിട്ടുമ്പോൾ അവര് തമ്മിൽ ബൈ ആണ്. അപ്പൊ അങ്ങനെയാണ് ഇതിന്റെ ഒരു പോക്ക്. ഇപ്പൊ ഇതിന്റെ ഒരു പശ്ചാത്തലത്തില് നമ്മൾ നോക്കുകയാണെങ്കിൽ കേരള സർക്കാരിന് ഇതുപോലൊരു പദ്ധതി ആവിഷ്കരിക്കാൻ പറ്റും. കാരണം കേരളത്തിൽ നിന്ന് പുറത്തു പോയേക്കുന്നവർക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഒരു നല്ലൊരു ഓഫർ വെക്കാം. കാരണം നമ്മൾ പല സന്ദർഭങ്ങളിലും സ്വന്തം കൈക്കാശ് എടുത്തിട്ട് ഓഫറുകൾ വെക്കുന്ന ഒരു ശീലമാണുള്ളത്. ഇവരോട് ജോലി ചെയ്യാനല്ല പറഞ്ഞത്. മണിപ്പൂരിൽ കലാപം ഉണ്ടായി കഴിഞ്ഞപ്പോൾ കേരള സർക്കാർ പറഞ്ഞത് മണിപ്പൂരിലുള്ളവരെല്ലാം ഇങ്ങനെ പോകുന്നവരെ ഞങ്ങൾ ഫ്രീ ആയിട്ട് പഠിപ്പിച്ചേക്കാം എന്നാണ് പറഞ്ഞത്. പക്ഷേ അങ്ങനെ ചെയ്യാതെ കേരളത്തിൽ ഇവിടെ ആവശ്യത്തിലധികം തൊഴിലവസരങ്ങൾ നിലനിൽക്കുകയാണ്. നിങ്ങൾ കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ മലയാളികള് പുറത്ത് ചെറിയ തുകയ്ക്ക്, ഇപ്പം ഗുജറാത്തിലൊക്കെ ആണെങ്കിൽ ദിവസം 350 രൂപ 400 രൂപയ്ക്കൊക്കെ പെയിന്റിങ് തൊഴിലാളികളുണ്ട്. അവരെയൊക്കെ തിരിച്ചു വന്നിട്ട് LSDയുടെ ലോക്കൽ സെൽഫ് ഗവൺമെന്റിന്റെ കീഴിൽ അതിന് അത്രയും കഠിനമായ പണിയില്ലാതെ തന്നെ അവർക്ക് ഓഫർ വെക്കാവുന്നതാണ്. ഇവിടുത്തെ സ്റ്റാൻഡേർഡ് ലേബർ കോസ്റ്റ് കൊടുക്കാൻ നിങ്ങൾ ഇവിടുത്തെ നാട്ടിൽ വന്ന് ജോലി ചെയ്യുക. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഒരു സാമൂഹികമായ വിപ്ലവത്തിന്റെ ഒരു സാധ്യത നിലവിലുണ്ട്. അപ്പൊ ഇതാണ് നമുക്ക് കമ്പയർ ചെയ്യാവുന്ന രണ്ട് ചിത്രങ്ങൾ. അപ്പോൾ മമതാ ബാനർജിയുടെ ഇഷ്യൂ എന്ന് പറയുന്നത് ഇപ്പോൾ ബീഹാറിലുണ്ടായിരിക്കുന്ന സംഭവങ്ങളും ഇനിയും തുടർന്ന് ആസാമിലൊക്കെ ഉണ്ടാകാൻ ഇടയുള്ള സംഭവങ്ങളിലും ബംഗാളികളെ സംരക്ഷിക്കുന്നു എന്ന ഒരു പ്രതിച്ഛായ ഉയർത്തിക്കൊണ്ടുവരിക എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ മൂവ് മാത്രമായിട്ടാണ് ഇതിനെ കണക്കാക്കാൻ പറ്റും. എന്തായാലും മമതാ ബാനർജി സ്വന്തം നാട്ടിലുള്ള ആളുകളെ തിരികെ വിളിക്കുകയാണ്. അവരെ തിരികെ വിളിക്കുന്നതിന് പിന്നിലുള്ള രാഷ്ട്രീയ ഉദ്ദേശങ്ങളെ കുറിച്ചാണ് അശോക് സാർ ഇത്രയും നേരം സംസാരിച്ചത്. അതിൽ ഈ വോട്ട് സമാഹരിക്കുക, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഇത്രയേറെ ആളുകൾ സംസ്ഥാനം വിട്ട് മാറി നിൽക്കുകയാണെങ്കിൽ അവരെ ഈ തിരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ ഏകോപിപ്പിക്കുക, തിരികെ എത്തിക്കുക എന്നതാണ് മമതാ ബാനർജിയുടെ ഈ ഒരു ലക്ഷ്യത്തിന് പിന്നിൽ. അതല്ല മികച്ച തൊഴിലവസരങ്ങളായിരുന്നു അവിടെ ബംഗാളിൽ ഉണ്ടാവുന്നത് എന്നാണെങ്കിൽ ഒരിക്കലും മമതാ ബാനർജി ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ അല്ലെങ്കിൽ അവർക്ക് വേണ്ടുന്ന ഇത്തരം വമ്പൻ ഓഫറുകളൊന്നും പ്രഖ്യാപിക്കില്ലായിരുന്നു. പകരം അവരോട് ഇവിടെ തൊഴിലവസരങ്ങളുണ്ട്, നിങ്ങൾക്ക് വന്ന് ജോലി ചെയ്യാം എന്ന് മാത്രം പറഞ്ഞേനെ. ഇതങ്ങനെയല്ല ഉണ്ടായിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. വ്യക്തമാണ്. താങ്ക് യു അശോക് സാർ.